CPI നേതാവ് KPSCയുടെ ദീർഘകാല സെക്രട്ടറി, ജനയുഗം ദിനപത്രം മാനേജിംഗ് എഡിറ്റർ, ഹൗസിംഗ് ബോർഡ് ചെയർമാൻ, ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങി വിവിധ മേഖലകളിൽ പ്രവർത്തിച്ച അഡ്വക്കേറ്റ് M. ഗോപിയുടെ അനുസ്മരണ ദിനാചരണം കായംകുളം KPSCയിൽ നടന്നു. CPI ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ് ഉദ്ഘാടനം നിർവഹിച്ചു. CPMന്റെ പ്രമുഖ നേതാവ്, KPSCയുടെ ദീർഘകാല സെക്രട്ടറി, ജനയുഗം ദിനപത്രത്തിന്റെ മാനേജിംഗ് എഡിറ്റർ, ഹൗസിംഗ് ബോർഡ് ചെയർമാൻ, ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങി വിവിധ മേഖലകളിൽ പ്രവർത്തിച്ച അഡ്വക്കേറ്റ് M. ഗോപിയെ അനുസ്മരിച്ചു. KPSC ഓഡിറ്റോറിയത്തിലാണ് CPIയുടെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനം നടത്തിയത്. CPI ആലപ്പുഴ ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. KPSC രൂപം കൊണ്ട കാലം മുതൽ ഓരോ ഘട്ടങ്ങളിലും ഇതിനെ നയിച്ചിരുന്ന ആളുകൾ അവരെല്ലാത്തിനും മുന്നോട്ട് കൊണ്ടുപോയത് ആ നല്ല രാഷ്ട്രീയം ജനങ്ങൾക്കിടയിൽ നല്ലപോലെ പ്രചരിപ്പിക്കണം. അതിന്റെ അടിസ്ഥാനത്തിൽ സാമൂഹ്യ മാറ്റവുമായി ബന്ധപ്പെട്ട ശക്തികൾക്ക് കൂടുതൽ പ്രചോദനം നൽകാൻ കഴിയണം എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഗോപിസാനെപ്പോലുള്ള ഏറ്റവും പ്രിയപ്പെട്ട നമ്മളെ നേതാക്കൾ, സഖാക്കൾ, അവർ നൽകിയ ആ വിവിധ മേഖലകളിൽ നൽകിയ സംഭാവനകളെ നമ്മൾ ഈ ഘട്ടത്തിൽ സ്മരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം സെപ്റ്റംബറിൽ ആലപ്പുഴയിൽ വെച്ച് നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായി ഒരു വർഷക്കാലം, ഈ ഡിസംബർ 26 മുതൽ അടുത്ത ഡിസംബർ 26 വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട ആലോചന എന്ന് പറയുന്നത് മൺമറഞ്ഞു പോയ നേതാക്കളെല്ലാം സ്മരിക്കാൻ കഴിയണം. 40 വർഷം കഴിഞ്ഞവരുണ്ടാകാം, 50 വർഷം കഴിഞ്ഞവരുണ്ടാകാം, 10 വർഷം പിന്നിട്ടവരുണ്ടാകാം, സംസ്ഥാന നേതാക്കളുണ്ടാകാം, ജില്ലാ നേതാക്കളുണ്ടാകാം, പ്രാദേശിക തലത്തിൽ പ്രവർത്തിച്ച സാധാരണ ഒരു ബ്രാഞ്ച് സെക്രട്ടറി ഉണ്ടാകാം. വലിയ തോതിൽ അറിയപ്പെടുന്ന ആളുകളാണെന്നില്ല. കഴിഞ്ഞ തവണത്തെ ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഞങ്ങളൊരു പരിപാടി ആവിഷ്കരിച്ചിരുന്നു. അത് ഓർമ്മ മരങ്ങൾ നടുക എന്നുള്ളതാണ്. മുൻകാല നേതാക്കളുടെ വീടുകളിൽ ആ കുടുംബാംഗങ്ങളെ വിളിച്ചു ചേർത്ത് ഒരു ഓർമ്മ മരം ഞങ്ങൾ റിവ്യൂ നടത്തിയപ്പോൾ ഏറെക്കുറെ എല്ലാ സഹാക്കളും പറഞ്ഞത് റാലിയും പൊതുസമ്മേളനവും മറ്റു കാര്യങ്ങളും അതിനേക്കാൾ ഉപരി വികാരപരമായി ഞങ്ങൾക്ക് തോന്നിയത് ആ ഓർമ്മ മരം നടാൻ അവിടെ ചെന്നപ്പോൾ അവരുടെ വീട്ടുകാരുടെ പങ്കാളിത്തം, ആ നേതാവിനെ സ്മരിച്ചത്, ആ കുടുംബങ്ങളുമായി ചിലയിടത്ത് ബന്ധം അറ്റുപോയിട്ടുണ്ടെങ്കിൽ അത് പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞത്, അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ചങ്ങാത്ത മുതലാളിത്തം, ഇത്തരം സമ്പത്തുണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും ഭരിക്കുന്ന ആളുകളും സന്ധി ചേർന്ന് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് നമ്മുടെ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കൃത്യമായി അതിനെ സംബന്ധിച്ച് കാഴ്ചപ്പാടുണ്ട്. ഏതാണ്ട് 8-9 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനെ വൃത്തിയായി വിശകലനം ചെയ്തുകൊണ്ട് നിലപാടെടുത്ത പാർട്ടിയാണ്. 37% വോട്ട് കിട്ടിയ ആളുകളാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നത്. ബാക്കിയുള്ളവരെല്ലാവരും കൂടെ ചേർന്നാൽ ഇവരെ പരാജയപ്പെടുത്താൻ കഴിയും. ഒരു വിശാല വേദി, സംശയം പ്രകടിപ്പിച്ച ഒരുപാട് ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. ഇടതുപക്ഷ പാർട്ടികളായിട്ടുള്ള നിങ്ങൾക്ക് പോലും ഒന്നിച്ച് നിൽക്കാൻ കഴിയുന്നില്ല. ജനാധിപത്യ പാർട്ടികൾക്ക് ഒന്നിച്ച് നിൽക്കാൻ കഴിയുന്നില്ല. പ്രാദേശിക പാർട്ടികൾക്ക് പ്രസക്തി ഏറിക്കൊണ്ടിരിക്കുന്നു. അത്തരം ഒരു ഇന്ത്യയിൽ എങ്ങനെയാണ് ഒരു വിശാല വേദിയിലേക്ക് വരിക? അത് വന്ന സ്ഥലങ്ങളിലെല്ലാം മാറ്റം ഉണ്ടായി എന്നുള്ളതാണ്. തമിഴ്നാട്ടിൽ 39, പോണ്ടിച്ചേരിയിൽ 1 എന്നുള്ള തരത്തിൽ 40 സീറ്റുകളും ആ വിശാല വേദി ഇന്ത്യ മുന്നണി എന്നുള്ള സംവിധാനത്തിൽ നേടിയെടുക്കാൻ കഴിഞ്ഞത് കോൺഗ്രസ് അവിടെ വലിയ പാർട്ടിയല്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. N. സുകുമാരപിള്ള അധ്യക്ഷത വഹിച്ചു. KPSC സെക്രട്ടറി അഡ്വക്കേറ്റ് A. ഷാജഹാൻ സ്വാഗതം പറഞ്ഞു. അഡ്വക്കേറ്റ് CA അരുൺകുമാർ, അഡ്വക്കേറ്റ് A. അജികുമാർ, KG സന്തോഷ്, അഡ്വക്കേറ്റ് N. ശ്രീകുമാർ, അഡ്വക്കേറ്റ് AS സുനിൽ, MV ശ്രീകുമാർ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. CDNet ന്യൂസ്, കായംകുളം.